ഹായ് ഹലോ ഇന്ന് സൺഡേ രാവിലെ തന്നെ ഞങ്ങളും അനിയന്മാരും കുടിച്ച് കൊട്ടിയിലേക്ക് പോകാം കേട്ടോ. രാവിലെ 5:30 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം ഒരു 1.5 മണിക്കൂറിന് മുകളിൽ ദൂരം ഉണ്ട് കേട്ടോ നമുക്ക് അവിടെ എത്താനായിട്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് കോട്ടൊക്കെ ഇട്ട് തന്നെയാണ് ഇറങ്ങിയത്. പക്ഷേ അവിടെ എത്തുന്നവരെ മഴ ഒട്ടും തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പോകുന്നവർക്ക് നല്ല കാടും മഞ്ഞും മലയും ഒക്കെ ആയിട്ട് നല്ലൊരു വൈബ് ആസ്വദിച്ച് തന്നെ പോകാൻ പറ്റുമേ. അങ്ങനെ കൊട്ടിയിലെത്താൻ ഏകദേശം ഒരു 2-3 കിലോമീറ്ററും കൂടി ഉള്ളപ്പോൾ നമ്മൾ ചെന്നാൽ പിന്നെ രാവിലത്തെ ഫുഡും കൂടി കഴിച്ചിട്ട് പോകാമെന്ന് കരുതി ഒരു ഹോട്ടലിൽ കയറി അപ്പവും ചായയൊക്കെ കുടിച്ചിട്ടാട്ടോ ഇറങ്ങിയത്. അങ്ങനെ പോകുന്ന പോക്കിന് മനസ്സിലായി കാർ എടുക്കാണ്ട് ബൈക്ക് എടുത്ത് വന്നത് വളരെ നന്നായെന്നുള്ളത്. കാരണം അത്രയും നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. കാർ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ബ്ലോക്കിലൊക്കെ കുടുങ്ങി വിചാരിച്ച ടൈം ഒന്നും എത്താണ്ട് നല്ല ലേറ്റ് ആവുമായിരുന്നേ. അങ്ങനെ അതേ കൊട്ടിയൂരെത്തി ബൈക്കൊക്കെ പാർക്ക് ചെയ്ത് ഇനി നേരെ അക്കരെ കൊട്ടിയൂരിലേക്ക് കയറും കേട്ടോ. അപ്പോൾ അക്കരെ കൊട്ടി കയറുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും ഓടപ്പൂവിൻ്റെ ഒരു മേളം തന്നെ കാണാൻ പറ്റും കേട്ടോ. ഈ ഓടപ്പൂവിനെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം കേട്ടോ മനസ്സിന് കിട്ടുക. പിന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിക്കും നിരക്കും പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. അങ്ങനെ ക്ലോക്ക് റൂമിൽ നമ്മൾ ഹെൽമെറ്റൊക്കെ മറ്റു സാധനങ്ങളൊക്കെ വെച്ചിട്ടാട്ടോ പിന്നീട് അങ്ങോട്ടേക്ക് പോയത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ദർശനത്തിൻ്റെ ക്യൂ. പക്ഷേ നമ്മൾ കഴിഞ്ഞ കൊല്ലം ഈ ഒരു ക്യൂവിൽ 3-3.5 മണിക്കൂർ നിന്നിട്ടാട്ടോ ദർശനം കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇത്തവണ നമ്മൾ ആ ഒരു ക്യൂവിൽ നിന്നിട്ടില്ല. കാരണം ഇത്തവണ അതിലും വലിയ ക്യൂ ആയിരുന്നു. അങ്ങനെ നമുക്ക് സൈഡിൽ കൂടെ ദർശനം കിട്ടാനുള്ള വേറൊരു വഴിയുണ്ട്. അപ്പോൾ അതുവഴി പോകാമെന്ന് വിചാരിച്ചിട്ടോ ഈ പോകുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ കോട്ടൊക്കെ ഉണ്ട്. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ കൈമിലിങ്ങനെ അത് കരുതിയിട്ടുള്ളത്. അങ്ങനെ പുഴയൊക്കെ നോക്കുമ്പോൾ നല്ല കുത്തൊഴുക്കുണ്ട്. അതുകൊണ്ട് തന്നെ സൈഡിൽ കൂടെ ജസ്റ്റ് ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് കാലൊന്ന് വെറുതെ കഴുകിയിട്ട് നമ്മൾ നേരത്തെ കൊട്ടിയൂരിനുള്ളിലേക്ക് കയറുക കേട്ടോ. അപ്പോൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല തിക്കും തിരക്കും തന്നെ ആയിരുന്നു. പക്ഷേങ്കിൽ മഴ ഒട്ടും തന്നെ നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ ദർശനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അടുത്തുനിന്നുള്ളൊരു ദർശനം കിട്ടിയില്ലെന്നേ ഉള്ളൂ. പക്ഷേ നമുക്ക് ആ പുറമേയുള്ള എല്ലാ ദർശനവും തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ. പിന്നെ അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴാട്ടോ ഞാൻ അറിഞ്ഞത് മൊബൈൽ ഫോൺ എല്ലാവിടെ അല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ടേക്കുള്ള ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ദർശനമൊക്കെ കിട്ടി നേരത്തെ ഇനി അക്കരെ കൊട്ടിയിരുന്ന് ഇക്കരെ കൊട്ടിയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ പോകുന്ന പോക്കിന് ചെറിയ ചെറിയ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇനി പോകാമെന്ന് വെച്ച് പയ്യെ പോവുകയാണ്. അപ്പോൾ അതേ ഒന്നും തള്ളമൊക്കെ കിട്ടുന്നുണ്ടേ. അങ്ങനെ ഈ ഒരു സൈഡിൽ കുറച്ച് സമയം ഇങ്ങനെ നിന്നിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് പോവാം കേട്ടോ. പിന്നെ നല്ലൊരു ക്ലൈമറ്റ് ആട്ടോ അവിടെ ഉള്ളത്. മഞ്ഞും മലയും ഒക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ കൊട്ടിയൂർന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തത്തിലൊരു പോസിറ്റീവ് വൈബും കിട്ടും കേട്ടോ. അവിടെ നിന്ന് കഴിഞ്ഞാൽ അതവിടെ പോയി കഴിഞ്ഞവർക്ക് മനസ്സിലാവും. പിന്നെ കാരണം അത്രയും ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത്തവണ ഒരുപാട് കർണാടകത്തിൽ നിന്നൊക്കെ ആൾക്കാർ ഒരുപാടുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ നല്ല തിക്കും തിരക്കും. അങ്ങനെ ഞങ്ങൾ അക്കരെ കൊട്ടിയൂരിന്ന് ഇക്കരെ കൊട്ടിയൂരിലേക്ക് കാണുള്ളത്. അങ്ങനെ ഇക്കരെ കൊട്ടിയൂർ കാണുന്നുണ്ടല്ലോ. അതേ ഇനി അങ്ങോട്ടേക്ക് പോകണം. അങ്ങോട്ടേക്കാണെങ്കിൽ അതിലും വലിയ തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഫുള്ളൊരു കാടിൻ്റെ ഒരു അന്തരീക്ഷം കേട്ടോ. ഫുള്ളായിട്ട് നമുക്ക് ഈ കൊട്ടിയൂരിൻ്റെ പ്രദേശത്ത് കിട്ടുക. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ക്യൂവിൽ നിൽക്കുമ്പോഴൊക്കെ നല്ലൊരു വെള്ളത്തിൻ്റെയും മലേൻ്റെയും മഞ്ഞിൻ്റെ ഒക്കെ സൗണ്ട് ഇങ്ങനെ നമുക്ക് കേട്ടുകൊണ്ട് ആ ഒരു ദർശനം കിട്ടാന്ന് വെച്ചാൽ തന്നെ നല്ലൊരു എന്താ പറയുക ഫുള്ളൊരു പോസിറ്റീവ് വൈബ് തന്നെ. അങ്ങനെ ഇക്കരെ കൊട്ടിയൂരും തൊഴുത് ഇറങ്ങിയപ്പോഴാണ് അവിടെ സൗജന്യമായിട്ട് കാപ്പി വിതരണമുള്ളത് അറിഞ്ഞത്. അങ്ങനെ അവിടെ എത്തി ചുക്ക് കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇനി നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം നല്ല മഴക്കാറുണ്ടായിരുന്നു കണ്ടുകൊണ്ട് വീണ്ടും കോട്ടൊക്കെ എടുത്തിട്ടു. പക്ഷേ വീടെത്തുന്നവർ പിന്നെയും മഴ ഒട്ടും തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നല്ല തിരക്കായിരുന്നു. തിരിച്ചു പോകുമ്പോൾ നല്ല ബ്ലോക്ക് തന്നെയായിരുന്നു കേട്ടോ. അതുകൊണ്ട് രാവിലെ വന്ന് വളരെ നന്നായെന്ന് കരുതി അങ്ങനെ സന്തോഷത്തോടെ